ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പാക്ക് നെക്കിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. ആദ്യം തന്നെ പാക്ക് നെക്ക് എന്താണെന്ന് പറയാം. ഈ ഒരു നെക്ക് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് തൊട്ട് താഴെയായിട്ട് വരും. അതിപ്പോ ചുരിദാർ ആയിക്കോട്ടെ, മറ്റേത് ഡ്രസ്സ് ആണെങ്കിലും ബ്ലൗസ് ആയിക്കോട്ടെ, അത് ഏതാണെങ്കിലും പക്ഷെ വരുന്നത് നമ്മുടെ കഴുത്തിന് തൊട്ട് താഴെയായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള നെക്കാണ് പാക്ക് നെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ്. അപ്പോൾ പ്രിൻസസ് കട്ട് ബ്ലൗസിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. പാക്ക് നെക്കിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ പ്രിൻസസ് കട്ട് ബ്ലൗസിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ നേരത്തെ 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ കണ്ടു നോക്കുക കേട്ടോ. പിന്നെന്താ, പാക്ക് നെക്കിനെ പറ്റി പറയാനാണെങ്കിൽ പാക്ക് നെക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ കേരള സാരിയുടെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ മൽക്കോട്ടൻ, കോട്ടൺ ഇതുപോലത്തെ സാരീസിന്റെ കൂടെയൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഇത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു നെക്കിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ബ്ലൗസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ആ ഒരു രീതിയിലാണ് വെട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാ സ്ലീവും ഞാൻ ഒരു ചെറിയൊരു പഫ് പോലെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ പാക്ക് നെക്കിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഈ ഒരു മെയിൻ ക്ലോത്ത് ഇങ്ങനെ എടുക്കണം. ഞാൻ ഇതിൻ്റെ ലൈനിങ്ങും വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ നമ്മൾ ഈ ഒരു പ്രിൻസസ് കട്ട് ആ കട്ടിങ് ഒക്കെ ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി നമുക്ക് ഇവിടെ നെക്ക് മാത്രം അടയാളപ്പെടുത്തി വെട്ടിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ടിലത്തെ പീസിനകത്ത് നെക്ക് മാർക്ക് ചെയ്യാം, ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ഷോൾഡർ എത്രയാണ് ഞാൻ എടുത്തതെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു 7.5 ഇഞ്ചാണ് ഷോൾഡറായിട്ട് മൊത്തത്തിൽ എടുത്തത്. അതായത് നെക്ക് വിഡ്ത്തും ഷോൾഡറും കൂടി ചേർത്തിട്ട് മൊത്തത്തിൽ എടുത്തിരിക്കുന്നത് 7.5 ഇഞ്ചാണ് കേട്ടോ. അതുപോലെ തന്നെ നെക്ക് വിഡ്ത്ത് ഞാനൊരു 2.25 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇത് ഓരോരുത്തർക്കും ഈ അളവുകളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഞാനിപ്പോൾ എൻ്റെ അളവിനാണ് എടുക്കുന്നത്. ഒരു 2.25 ഇഞ്ച് നെക്ക് വിഡ്ത്ത് എടുത്തു. അതുപോലെ തന്നെ നമുക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് ഇറക്കം അതൊരു 3.25 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതൊന്ന് സ്ക്വയർ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം, ഒരു ബോക്സ് പോലെ വരയ്ക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ബോക്സ് പോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിന് ഇങ്ങനെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രീ ഹാൻഡായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, കണ്ടോ? ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിതിന് കട്ട് ചെയ്ത് മാറ്റാം നെക്ക്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ നേരത്തെ എടുത്ത പോലുള്ള മെഷർമെൻറ്റ്സ് എടുക്കാം. നെക്ക് വിഡ്ത്തും അതുപോലെ തന്നെ ഡെപ്ത്തും ഒക്കെ നമുക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ. അപ്പോൾ നെക്ക് വിഡ്ത്ത് ഞാൻ നേരത്തെ ഫ്രണ്ട് പീസിന് എടുത്തതുപോലെ തന്നെ ഇവിടെ ഒരു 2.25 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. അതുപോലെ നെക്കിൻ്റെ ഡെപ്ത്ത് ഇറക്കം ഒരു 3 ഇഞ്ച് തന്നെ ഇവിടെ അടയാളപ്പെടുത്താം. ഓക്കെ, ഇനി നമുക്കിതൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബോക്സ് പോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഫ്രീ ഹാൻഡായിട്ട് തന്നെയാണ് ഞാൻ വരയ്ക്കുന്നത്. കർവൊക്കെ ഉണ്ടല്ലോ, ഫ്രഞ്ച് കർവൊക്കെ ഉള്ളവർ അങ്ങനെയൊക്കെ വെച്ചിട്ട് വരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നോർമലി ഒരു റൗണ്ട് ഷേപ്പ് തന്നെ കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടിങ്ങൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി, ഇതിന് ഫ്രണ്ടും ബാക്കും ഇല്ല ഈ ഒരു തുണിക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് വശം വേണമെങ്കിലും ഇങ്ങനെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ലൈനിങ്ങിൻ്റെ പുറത്തേക്ക് ഈ ഒരു മെയിൻ ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു ഷോൾഡറൊക്കെ കറക്റ്റായിട്ടൊന്ന് ലെവലിന് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ഒരു നെക്കിൻ്റെ ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 1/4 ഇഞ്ച് വലുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലൊക്കെ തന്നെ കണ്ടോ. എന്നിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു ലൈനിങ് പാർട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം.
എന്നിട്ട് ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കണം. നോച്ചസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ തയ്യലിന് പുറത്തേക്ക് കയറി പോകരുത്. എന്നിട്ടിത് തിരിച്ചെടുക്കുക. നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യില്ലേ അതുപോലെ തന്നെ തിരിച്ചെടുത്തിട്ട് ഇതൊന്ന് കറക്റ്റിന് ഈ ഒരു നെക്ക് പോർഷൻ ഒന്ന് കറക്റ്റിന് വെച്ച് കൊടുക്കണം. കണ്ടോ? എന്നിട്ട് ഇതിൻ്റെ പുറത്തുകൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിനും ഇതുപോലെ തന്നെയാണ് മെയിൻ ക്ലോത്തും ലൈനിങ്ങും ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ലൈനിങ്ങിൻ്റെ പുറത്തേക്ക് മെയിൻ ക്ലോത്ത് ഇട്ട് കൊടുക്കുക, ആ ഒരു ബാക്ക് പീസ്. എന്നിട്ട് ഷോൾഡർ കറക്റ്റിന് പിടിക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു നെക്കിന് അതിൻ്റെ ചുറ്റിനുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ ഇവിടെയും നമ്മളൊരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനുള്ളിൽ ഈ ഒരു ലൈനിങ്ങിൻ്റെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നോച്ചസ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തുകൂടി ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്ക് നെക്കിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ. അപ്പോൾ ഞാൻ ബാക്കി കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.